വയനാട് മുട്ടിൽ WMO കോളേജിൽ വ്യത്യസ്തമായ ഒരു സംഗമം നടന്നു. കോളേജിൽ പഠിച്ചിറങ്ങിയ വിവിധ സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. എല്ലാവരും യൂണിഫോം ധരിച്ചാണ് സംഗമത്തിനെത്തിയത്. പേര് പോലീസ് അലുമിനി എന്നായിരുന്നുവെങ്കിലും എക്സൈസിലും വനം വകുപ്പിലും ഒക്കെ ജോലി ചെയ്യുന്നവർ സംഗമത്തിൽ പങ്കെടുത്തു. എല്ലാവരും ഔദ്യോഗിക വേഷത്തിൽ ക്യാമ്പസിലെത്തിയപ്പോൾ അധ്യാപകർക്കും ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കും അതൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. റാങ്കിൽ ചിലപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ വ്യത്യസ്ത നിലയിലായിരിക്കാം, പക്ഷേ മാനസികമായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞാൻ അന്നും ഇന്നും നമ്മളെ കോളേജ് കുട്ടികളെ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ സർവീസ് കയറിയിരുന്നു. 20ാമത്തെ വയസ്സിൽ ഇവിടുന്ന് WMO കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കോളേജിനെ പ്രതികരിച്ച് ഞാൻ കോളേജ് ക്വിസ് മത്സരത്തിന് പോകാറുണ്ടായിരുന്നു. ഇന്റർ കോളേജ് ക്വിസ് മത്സരത്തിന് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രൈസ് ഞങ്ങൾ കോളേജിന് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനും ഒരു ശരിക്കും അൻസാനും കൂടെ കൂടിയിട്ട്. അതിനുശേഷം PSC ഞാൻ കോളേജിൽ തന്നെ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 20ാമത്തെ വയസ്സിൽ ജയിൽ വാർഡനായിട്ട് കയറി. 20ാമത്തെ വയസ്സിൽ ജയിൽ വാർഡനായിട്ട് സർവീസ് കയറി. എൻ്റെ 24ാമത്തെ വയസ്സിൽ ഞാൻ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് 2010 സർവീസിൽ കയറി. 2022 ഞാൻ മുഖ്യമന്ത്രിയുടെ വിശിഷ്ടാസനത്തിന് മെഡൽ ലഭിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ WMO എന്ന് പറയുന്നത് എൻ്റെ ജീവരക്തമാണ്. കാരണം എൻ്റെ ഏത് പാതിരാത്രി വിളിച്ചാലും എത്ര ചെറിയ പരിപാടിക്കാണെങ്കിലും ഞാൻ ഇവിടെ വരാൻ തയ്യാറാണ്. കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒന്നല്ലേ WMO കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഇത്രയും പേരും സേനയിൽ ജോയിൻ ചെയ്തു എന്നതാണ്. സാധാരണ പോലീസിന് ക്യാമ്പസിൽ കയറാൻ പ്രിൻസിപ്പാളിൻ്റെ അനുവാദം വേണമെന്നൊക്കെയാണ് പറയുക. പക്ഷേ കഴിഞ്ഞ ദിവസം വയനാട് മുട്ടിൽ WMO കോളേജിൽ നിറയെ യൂണിഫോം ഇട്ട ആളുകളായിരുന്നു. പോലീസ് മാത്രമല്ല, വനം വകുപ്പും എക്സൈസും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു, ഇത്രയും യൂണിഫോം ഇട്ട ആളുകൾ എന്താണ് ക്യാമ്പസിൽ നിന്ന്. എല്ലാവരും അവിടെ പഠിച്ചവരായിരുന്നു. അങ്ങനെ ഒരാശയമാണ് പോലീസ് അലുമിനി എന്ന പേരിൽ ഒരു സംഗമം സംഘടിപ്പിക്കാൻ പ്രേരണയായത്. മുട്ടിൽ WMO കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഇപ്പോൾ പോലീസിലും എക്സൈസിലും വനം വകുപ്പിലും അതുപോലെയുള്ള സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു സംഗമമാണ് സംഘടിപ്പിച്ചത്. എക്സൈസിൽ ജോലി ചെയ്യുന്ന സർക്കിൾ ഇൻസ്പെക്ടർമാർ, അതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒരുപാട് ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. ജില്ലാ പോലീസ് മേധാവി തന്നെ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തി. എന്താണെങ്കിലും അവരൊന്നും അവിടെ സേനാംഗങ്ങളായിരുന്നില്ല, എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. തങ്ങൾ പഠിച്ച ക്യാമ്പസും ക്ലാസ് മുറികളും പഴയ അധ്യാപകരെയും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും നിറയെ സന്തോഷമായിരുന്നു. പലരും പഴയ ഓർമ്മകൾ പങ്കുവെച്ചു. പലർക്കും അറിയില്ലായിരുന്നു ഈ സുഹൃത്തുക്കൾ ഇതേ സേനയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് തന്നെ അവിടെ വെച്ചൊക്കെ ആയിരുന്നു. പലരും അത്തരത്തിൽ പരസ്പരമൊക്കെ പങ്കുവെച്ചു. എന്താണെങ്കിലും അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഷമീം പാറമലിൻ്റെ പിറന്നാളും അവിടെ വെച്ച് ആഘോഷിച്ചു. അത്തരത്തിൽ വ്യത്യസ്തമായൊരു സംഗമമാണ് മുട്ടിൽ WMO കോളേജിൽ നടന്നത്. നമുക്കറിയാം, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ എല്ലായിടത്തും നടക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ യൂണിഫോം ഇട്ട പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമമായിരുന്നു അല്ലേ? എന്തായാലും അത് സംഭവം പൊളിച്ചിട്ടുണ്ട് കമൽ.